എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഫലദീപികയിലെ ഒരു ശ്ലോകം നോക്കാം. ഇവിടെ 12-ാം അധ്യായം പുത്രഭാവ പ്രകരണം, പുത്ര സിദ്ധിയോഗവും പുത്ര അസിദ്ധിയോഗവും ആണ് നമ്മളിന്ന് നോക്കുന്നത്. 190-ാമത്തെ പേജാണ്. ഇതാണ് അതിൻ്റെ പ്രമാണം. ഒന്നാമത്തെ ശ്ലോകം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ലഗ്നത്തിൽ നിന്നും ചന്ദ്രനിൽ നിന്നും, അതായത് നമ്മുടെ നക്ഷത്രത്തിൽ നിന്നും 5-ാം ഭാവാധിപതിയും വ്യാഴവും ഇഷ്ടഭാവങ്ങളിൽ നിന്നാലും 5-ാം ഭാവത്തിലേക്ക് ശുഭഭാവാധിപന്മാരുടെയോ ശുഭഗ്രഹങ്ങളുടെയോ ദൃഷ്ടി ഉണ്ടായാലും ലഗ്നാധിപനും 5-ാം ഭാവാധിപനും ഒരുമിച്ച് നിന്നാലും അന്യോന്യം ദൃഷ്ടി ചെയ്താലും പരസ്പരം രാശി മാറി നിന്നാലും പുത്രസിദ്ധി ഉണ്ടാകുമെന്ന് പറയണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഈ ആദ്യത്തെ പോയിൻ്റ് ലഗ്നത്തിൽ നിന്നും ചന്ദ്രനിൽ നിന്നും, ഇപ്പോൾ ഇതിൽ രണ്ടിൽ നിന്നും എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ലഗ്നത്തിനാണോ ബലം, ചന്ദ്രന ലഗ്നത്തിനാണോ ബലം എന്ന് ആദ്യം നമ്മൾ നോക്കണം. അതിനുശേഷം 5-ാം ഭാവാധിപതി ആരാണെന്ന് നോക്കണം. അതുപോലെ തന്നെ കാരകത്വഗ്രഹം വ്യാഴം, ഇവർ ഇഷ്ടഭാവങ്ങളിൽ നിൽക്കുക. ഇഷ്ടഭാവങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മുടെ ഗുരുനാഥന്മാർ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുള്ള രീതി. ഇനി അതറിയത്തില്ലെങ്കിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യണം, അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് അയച്ചു തരാം. അതുപോലെ തന്നെ 5-ാം ഭാവം ഏതാണെന്നൊക്കെ അറിയാം. ശുഭഭാവാധിപന്മാരാരൊക്കെയാണ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ശുഭഗ്രഹങ്ങളുടെ ആരാണെന്നൊക്കെ അറിയാമല്ലോ. ദൃഷ്ടി ഉണ്ടായാലും ലഗ്നാധിപനും 5-ാം ഭാവാധിപനും ഒരുമിച്ച് നിൽക്കുക. ഈ ലഗ്നാധിപനോ ചന്ദ്രലഗ്നാധിപനോ ആരാണോ ബലം, ആ ഏത് രാശി കൊണ്ടാണോ നോക്കുന്നത് അതിവിടെ ചേർക്കണം. ഈ ലഗ്നാധിപനുമായി ബന്ധം വന്നു കഴിഞ്ഞാൽ ആ ഭാവം സിദ്ധിക്കും എന്നാണ് പ്രമാണം. അന്യോന്യം ദൃഷ്ടി ചെയ്താലും, ദൃഷ്ടി സാമാന്യ ദൃഷ്ടിയുണ്ട്, വിശേഷ ദൃഷ്ടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ രാശി മാറി നിന്നാലും പുത്രസിദ്ധി ഉണ്ടാകുമെന്ന് പറയേണ്ടതാണ്. ജാതകം നോക്കാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യുക. ഇനി പുത്ര അസിദ്ധി യോഗം, പുത്രം ഉണ്ടാകാതിരിക്കുവാനുള്ള യോഗങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ പ്രമാണം ഇതാണ്. പ്രമാണം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി എഴുതിയെടുക്കാനുള്ളവരാണെങ്കിൽ ഇത് പൗസ് ചെയ്തിട്ട്, ടെക്സ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഇത് പൗസ് ചെയ്ത് എഴുതിയെടുക്കുക. അപ്പോൾ ലഗ്നത്തിൻ്റെയും വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും 5-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയോ നോക്കുകയോ ചെയ്യുകയും ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ വരാതിരിക്കുകയും, അതുപോലെ തന്നെ ഇപ്പറഞ്ഞ ഭാവങ്ങൾ പാപമധ്യസ്ഥിതങ്ങൾ ആയാലും, അതായത് ലഗ്നവും വ്യാഴവും ചന്ദ്രനും 5-ാം ഭാവത്തിൽ, അതായത് ഈ 5-ാം ഭാവത്തിന് പാപമധ്യസ്ഥിതി, അതായത് 4, 6 ഭാവങ്ങളിൽ പാപന്മാർ വരിക ഒരാളുടെ ജാതകത്തിലുണ്ടായാൽ പുത്ര അസിദ്ധി യോഗമാണ്. സന്താനമാട്ടോ ഉദ്ദേശിക്കുന്നത്. പെൺകുട്ടിയാവാം ആൺകുട്ടിയാവാം. യോഗമോ ദൃഷ്ടിയോ വരാതിരിക്കുകയും ഇപ്പറഞ്ഞ ഭാവങ്ങൾ പാപമധ്യസ്ഥിതങ്ങൾ ആയാലും ഭാവാധിപന്മാർ ദുസ്ഥാനങ്ങളിൽ നിന്നാലും ഒരു പ്രകാരത്തിലും പുത്രന്മാർ ഉണ്ടായിരിക്കുകയില്ല. ഞാനിത് അങ്ങനെ കയറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ പാപന്മാരുടെ കാര്യം ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുത്രസ്ഥാനത്ത് സ്വക്ഷേത്രഗതനായ പാപൻ നിന്നാൽ, അതായത് ഭാവാധിപനാണ്, അതായത് പുത്രസ്ഥാനം എന്ന് പറയുന്നത് 5-ാം ഭാവം. 5-ാം ഭാവം സ്വക്ഷേത്രഗതനായ ആ ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുക എന്ന് സാരം നിന്നാൽ പുത്രന്മാരുണ്ടാവും. ഭാവാധിപൻ ഭാവത്തിൽ നിന്നാൽ, അവിടെ ഭാവാധിപനായ ശുഭനാണ് നിൽക്കുന്നതെങ്കിൽ അനേകം പുത്രന്മാരുണ്ടാകും. അതാണ് അതിൻ്റെ അകത്തൊരു വ്യത്യാസം. സ്വക്ഷേത്രത്തിലെ ശുഭന് പാപയോഗമുണ്ടായാൽ പുത്രനാശം സംഭവിക്കും. ചിലപ്പോൾ അബോർഷൻ പോലെയുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ആ പാപന് വലിയ പാപത്വം ഉണ്ടെങ്കിൽ പുത്രനാശം, മരണം വരെ സംഭവിക്കാം. അതുപോലെ തന്നെ അല്പപുത്ര രാശികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വൃശ്ചികം, എടവം, കന്നി, ചിങ്ങം, ഇതൊക്കെ അല്പപുത്ര രാശികളാണ്. ഈ ഭാവം പുത്രസ്ഥാനമായി 5-ാം ഭാവമായി വന്നാൽ പുത്രന്മാർ കുറയും, അല്ലെങ്കിൽ വൈകി അല്പപുത്ര സിദ്ധി ഉണ്ടാകും.
ഇനി നമുക്ക് നോക്കാം കാലാന്തര പുത്രസിദ്ധി അതെന്താണെന്ന് ചോടെ പറയാം. അപ്പോൾ അതിൻ്റെ പ്രമാണം ഒന്ന് നോക്കൂ. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ശ്ലോകം നമുക്ക് ഔഷധ സേവ, അതായത് ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ വഴിപാടിലൂടെയൊക്കെ സന്താനങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പറയുന്നതാണിത്. മേൽപ്പറഞ്ഞ അല്പപുത്ര രാശികളിൽ എവിടെയെങ്കിലും, അതായത് അല്പപുത്ര രാശികൾ കുറച്ചു നേരം മുമ്പ് കാണിച്ചു തന്നായിരുന്നു. ഇതാണ് വൃശ്ചികം, ഇടവം, കന്നി, ചിങ്ങം. ഈ രാശികളിൽ എവിടെയെങ്കിലും സൂര്യൻ നിൽക്കുകയോ അഷ്ടമത്തിൽ ശനി നിൽക്കുകയോ അതല്ലെങ്കിൽ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുകയോ ലഗ്നത്തിലും 8-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലുമായി ശനിയും വ്യാഴവും ചൊവ്വയും നിൽക്കുകയോ, ഇതെല്ലാം യോഗഫലങ്ങളാവട്ടോ. യോഗഫലങ്ങൾ പൂർണ്ണമായിട്ട് സിദ്ധിക്കുമെന്നാണ് പറയുന്നത്. അല്പപുത്ര രാശികൾ പുത്രഭാവങ്ങളായി വരികയോ ചന്ദ്രൻ 11-ൽ നിൽക്കുകയോ വ്യാഴം നിൽക്കുന്ന രാശിയുടെ 5-ാം ഇടത്ത് പാപഗ്രഹം നിൽക്കുകയോ ലഗ്നത്തിൽ അധികം ഗ്രഹം നിൽക്കുകയോ ചെയ്താലും, അപ്പോൾ ഇതിനകത്ത് കുറേ പോയിൻ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആധിക്യം കൂടി നമ്മൾ നോക്കണം. അപ്പോൾ അല്പപുത്ര രാശിയാണ്, ആ രാശിയിൽ സൂര്യൻ നിൽക്കുന്നു. ശരി, അത് നോക്കി കഴിയുമ്പോഴത്തേന് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ 2 യോഗഫലങ്ങൾ ഒരുമിച്ചു, അതായത് അല്പപുത്ര രാശി ഒന്നിച്ചു, സൂര്യൻ നിൽക്കുന്നു ഒന്നിച്ചു, അഷ്ടമത്തിലെ ശനി നിൽക്കുന്നു ഒന്നിച്ചു. അങ്ങനെ ഈ യോഗഫലങ്ങളുടെ എല്ലാം എണ്ണം കൗണ്ട് ചെയ്യുക. അപ്പോൾ അതിന് ആധിക്യം കൂടുതലാണെങ്കിൽ, എണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താമെന്ന് വൃശ്ചികനോട് പറയാൻ പറ്റും, അല്ലെ ജാതകനോട് നമുക്ക് പറയാൻ പറ്റും. നിൽക്കുകയോ ചെയ്താൽ ഔഷധ സേവയും സൽക്കർമ്മങ്ങൾ കൊണ്ട് വൈകി മാത്രം പുത്രന്മാരുണ്ടാകുമെന്ന് പറയണം. ഇപ്പം ധാരാളം ആൾക്കാർ സന്താനലബ്ധി ഇല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. അവരൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആവശ്യമില്ലാത്ത വഴിപാടുകളൊന്നും പറയാതെ ഇതൊക്കെ നോക്കി, പ്രമാണങ്ങളൊക്കെ നോക്കി, ഇത് മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി ഫലം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളിൽ വിശ്വസിക്കും. ആരുടെയെങ്കിലും ജാതകം നോക്കാനുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യുക, നമ്പർ കൊടുത്തേക്കാം. നമസ്തേ.